റിസൾട്ടൊക്കെ വന്നല്ലേ കുട്ടികളുടെ പരീക്ഷയുടെയൊക്കെ. SSLC പരീക്ഷയിൽ മിന്നും വിജയം നേടിയ ഒരാളെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആളൊരു നേപ്പാൾ സ്വദേശിയാണ്. നാടിന്റെ അഭിമാനമായി മാറിയ നവീൻ കാമി ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിലാണ് നരിബാൻ കാമി ഭാര്യ ഈശ്വരിക്കൊപ്പം 20 വർഷം മുൻപ് കാസർഗോഡ് എത്തിയത്. ജീവിത പ്രയാസങ്ങൾക്കിടയിലും മക്കളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു കുറവും ഈ രക്ഷിതാക്കൾ വരുത്തിയില്ല. ഇന്നിപ്പോൾ അവരുടെ അധ്വാനത്തിനെല്ലാം ബലമുണ്ടാവുകയാണ്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മകൾ ദേബി കാമിക്ക് പിന്നാലെ ഇത്തവണ മകൻ നവീൻ കാമിക്കും എല്ലാ വിഷയങ്ങൾക്കും A+. ഫുൾ A+ എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടെണ്ണത്തിൽ കുറച്ച് സംശയം ഉണ്ടായി. ബാക്കിയെല്ലാം പിന്നെ കുഴപ്പമില്ല. നല്ലോണം സപ്പോർട്ട് ചെയ്തിനപ്പോൾ എല്ലാവരും നല്ല പറഞ്ഞു. കോഴ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എടുക്കും മിക്കവാറും, അല്ലെങ്കിൽ ബയോളജി എടുക്കും. തങ്ങൾക്ക് നേടാൻ കഴിയാത്ത മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്നതാണ് ഈ രക്ഷിതാക്കളുടെ ആഗ്രഹം. നാട്ടിൽ നിന്ന് ഇവിടെ വരയ്ക്ക് ബുൽക്കിന്റെ പേര് സച്ചിനാണ്. സച്ചിന്റെ പേരിൽ എല്ലാവരും അറിയുന്നത്, നാട്ടുകാരും ഇവിടുത്തെ നാട്ടുകാരും നമ്മളെ നാട്ടിലും അറിയുന്ന അങ്ങനെ തന്നെ. ഇപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടതിന് അത്ര ഇതായിട്ടില്ലാന്ന് ഇതുണ്ട്. LSS USS പരീക്ഷകളിലും മികച്ച വിജയം നേടിയ നവീൻ സ്കൂളിലെ തന്നെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ഇനിയും ചട്ടഞ്ചാൽ സ്കൂളിൽ തന്നെ തുടർന്നു പഠിക്കണമെന്നതാണ് നവീന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ് ഉണ്ട്. സാരംഗ്, ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ അച്ഛൻ പറയുന്നതോടെ കേൾക്കുകയായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. താൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്റെ ഫലം തങ്ങളുടെ മക്കളിലൂടെ ലഭിക്കുന്നല്ലോ എന്നുള്ളത് ഓർത്ത അച്ഛനും അമ്മയ്ക്കും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ടാകും. കാരണം ഇപ്പോൾ നവീൻ മാത്രമല്ല, ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയും കഴിഞ്ഞ വർഷമൊക്കെ ഫുൾ A+ ആണ്. കഴിഞ്ഞ വർഷമാണ്, എനിക്കറിയില്ല കറക്റ്റ്. അപ്പോൾ ആ കുട്ടിയും ഫുൾ A+ വാങ്ങിച്ചു. ഇപ്പോൾ നവീനും ഒരാളും കൂടിയുണ്ട്. എന്തായാലും 3 പേരും മിടുക്കരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ പരം എന്ത് വേണം? ഇനി മുന്നിലേക്ക് എങ്ങനെയാണ് നവീന്റെയും ചേച്ചിയുടെയൊക്കെ പ്ലാൻ? കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ SSLC റിസൾട്ട് പുറത്തു വന്നത്. നമ്മുടെ ഒട്ടേറെ കുട്ടികൾ ഏറെ വിജയകരമായിട്ട് ആ പരീക്ഷയുടെ പലരും പറയും ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കടമ്പാണ്. അത് പൂർത്തീകരിച്ചു, ഉന്നതമായ വിജയം കരസ്ഥമാക്കി. അതിലൊരാളാണ് കാസർഗോഡ് ബട്ടത്തൂർ സ്വദേശിയായിട്ടുള്ള നവീൻ എന്ന് പറയുന്നത്. നവീൻ ബട്ടത്തൂർ ജനിച്ചു വളർന്നു, ചട്ടഞ്ചാൽ സ്കൂൾ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആള് ശരിക്കും ഒരു നേപ്പാൾ വംശജനാണ്. അച്ഛനും അമ്മയും പണ്ട് തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് വന്നിട്ട് ഇവിടെ കുടിയേറിയ 2 ആളുകളാണ്. സാധാരണക്കാരാണ്. അച്ഛന് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു കേവലം 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് അതിനേക്കാൾ കുറഞ്ഞ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അവരുടെ വർഷങ്ങളായിട്ടുള്ള അധ്വാനത്തിന് ഇപ്പോൾ ഒരു ബലമുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നവീനാവട്ടെ, അതുപോലെ തന്നെ നവീന് ചേച്ചി കഴിഞ്ഞ വർഷം പരീക്ഷയിൽ ഫുൾ A+ നേടി. ഇപ്പോൾ +1 സയൻസിന് പഠിക്കുകയാണ്, ബയോസയൻസിന് പഠിക്കുകയാണ് ആ കുട്ടി. ദേവി എന്നാണ് കുട്ടിയുടെ പേര്. ഇപ്പോൾ നവീനും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം നേടുന്നു. മറ്റൊരു നാട്ടിൽ നിന്ന്, മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് വളർന്ന് വന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ശരിക്കും എന്താ പറയുക, നവീനോട് സംസാരിക്കുന്ന സമയത്ത് സാധാരണ കാസർഗോഡ് ജനിച്ചു വളർന്ന് ഈ പറഞ്ഞ ബട്ടത്തൂർ പ്രദേശത്തൊക്കെ തന്നെ ജനിച്ചു വളർന്ന ഒരു പയ്യനോട്, ഒരു കൗമാരക്കാരനോട് സംസാരിക്കുന്ന അതേ ഒരു ഫീലാണ്. കാരണം ഒരു എന്താ പറയുക, നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ചുവയുണ്ടാവും. സാധാരണ മറ്റൊരു ഉത്തരേന്ത്യൻ ഒരു ചുവ ഉണ്ടാവും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല. കാരണം അവൻ ജനിച്ചു വളർന്ന കൂട്ടുകാരൊത്തുള്ള പശ്ചാത്തലമൊക്കെ തന്നെയായിരിക്കും. എന്തായാലും നവീനെ പോലുള്ള ഒരു കുട്ടിക്ക് കൂട്ടുകാർ കൊടുത്ത ഒരു പിന്തുണ, അതുപോലെ തന്നെ അധ്യാപകരെ കൊടുത്ത പിന്തുണ, കൊച്ചു പ്രായം തൊട്ടേ LKG തൊട്ട് ഇവിടെ ഈ ചട്ടഞ്ചാലിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ പഠിച്ച ആളാണ് നവീൻ. അപ്പോൾ ആ ചെറുപ്പം തൊട്ടേ ഒരു പ്രത്യേക കെയർ അധ്യാപകർ കൊടുത്തിരുന്നു. അപ്പോൾ അക്ഷരമാലയൊക്കെ പഠിച്ചെടുക്കാൻ ആദ്യമൊക്കെ കുഞ്ഞു പ്രായത്തിലൊക്കെ തന്നെ ഒന്നുകൂടി പാടുപെട്ടിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അതൊക്കെ സ്വായത്തമാക്കി അതിമനോഹരമായിട്ടുള്ള അഭിമാനകരമായ വിജയമാണ് നവീൻ നേടിയെടുത്തത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നവീന് +1 ബയോസയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ എടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് താല്പര്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, നവീൻ പുസ്തകം ഏതാണ് വായിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറയുന്ന സമയത്ത് നവീൻ എടുക്കുന്നത് ജോഗ്രഫിയുടെ ബുക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ
ഭാവിയിൽ നല്ലൊരു നല്ലൊരു ജിയോളജിസ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ നാടിന് വലിയൊരു സ്വത്തായി മാറുന്ന ഒരു ശരി സാരംഗ്, ചെറുപ്പക്കാരനാണ്. എന്തായാലും കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ ഏതെങ്കിലും ഒന്നാണ്, അത് തീരുമാനിച്ച് മിടുക്കനായി പഠിച്ച് മുന്നിലേക്ക് പോകട്ടെ. അവർ 3 പേരും നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരട്ടെ, അത് മാത്രമാണ് ആശംസിക്കുന്നത്.